യെസ്, ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീഉർ റഹ്മാനുമായി അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. ഭാരതത്തിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനയെ വിട്ടുകിട്ടണമെന്നാണ് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടത്. ഇതിന് പിന്നാലെയാണ് ഈ കൂടിക്കാഴ്ച. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാനമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. ബംഗ്ലാദേശ് കോടതി വധശിക്ഷ വിധിച്ച സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയെ തിരിച്ചയക്കണമെന്ന ആവശ്യം ബംഗ്ലാദേശ് മുന്നോട്ട് വെച്ചത്. ഷെയ്ഖ് ഹസീനയെ ഉടൻ ബംഗ്ലാദേശിന് വിട്ടു നൽകില്ലെന്നാണ് ഭാരതം നൽകുന്ന കൃത്യമായ സൂചനകൾ. ഐസൻ ജോസ് ചേരുകയാണ് വിശദാംശങ്ങൾ നൽകാനായി. ഐസൻ, എനിക്ക് ഓർമ്മ വരുന്നത് ദലൈലാമയെ വിട്ടുകിട്ടണം എന്ന് പറഞ്ഞ് ചൈന കുറേ കച്ചറയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അന്ന് ഭാരതം പതറിയിട്ടില്ല. പിന്നെയാണ് ഈ ബംഗ്ലാദേശ്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ? തീർച്ചയായും ശ്യാം, ബംഗ്ലാദേശിനെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കില്ല എന്ന ഒരു നിലപാട് ഏതാണ്ടൊക്കെ അസന്നിഗ്ധമായ ഒരു നിലപാട് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ വിദേശകാര്യ മന്ത്രാലയം അക്കാര്യത്തിൽ വളരെ മോഡറേറ്റായ ഒരു പ്രതികരണമാണ് നടത്തിയത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാവുന്നതാണ്, ബംഗ്ലാദേശിലെ ജനാധിപത്യവും അവിടുത്തെ പൊതു സംവിധാനങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം ഒരു ധാരണയിലെത്തും. അക്കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കൃത്യമായൊരു നയതന്ത്ര തലത്തിലുള്ള നയതന്ത്രപരമായൊരു മറുപടി മാത്രമാണ് ഔദ്യോഗികമായി ഭാരതം നൽകിയിട്ടുള്ളത് എങ്കിൽ കൂടി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും ലഭ്യമാകുന്ന സൂചനകൾ പരിശോധിക്കുമ്പോൾ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്ന സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഷെയ്ഖ് ഹസീന ഈ ശിക്ഷ വിധിച്ച കോടതിയുടെ ഒരു സ്വഭാവം തന്നെ, അതല്ലെങ്കിൽ അത് രൂപീകരിച്ചത് തന്നെ നിയമവിഷയങ്ങളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ ശിക്ഷാവിധി നിയമവിരുദ്ധമാണെന്നും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ അവർ അപ്പീൽ നൽകുമെന്ന നിലപാട് ഉൾപ്പെടെ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യം എന്ന് പറയുമ്പോൾ ആ കോടതിക്ക് അതിന് ജൂറിസ്ഡിക്ഷനുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഒരു കോടതിയുടെ പരിഗണനയിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു വിഷയം എന്ന രീതിയിൽ തന്നെ ഭാരതം ഇക്കാര്യം നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അജിത് ഡോവലുമായി ഖലീമുർ റഹ്മാൻ്റെ ഒരു കൂടിക്കാഴ്ച നടന്നത്. ഇരു രാജ്യങ്ങളുടെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ നടന്ന ഈ ചർച്ച നമുക്കറിയാവുന്നതാണ്. കൊളംബോയിലൊരു ഒരുക്കം ഡൽഹിയിലൊരു ഒരുക്കം നടക്കുന്നുണ്ടായിരുന്നു. കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിൻ്റെ ഒരുക്കങ്ങൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖലീമുർ റഹ്മാൻ ഡൽഹിയിലെത്തിയ ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തി, അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൃത്യമായും ഇതിൽ നിന്ന് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ധാരണ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊടുക്കുക എന്ന ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് എത്തിക്കുക എന്ന ആവശ്യമാണ് മുഹമ്മദ് യൂനുസ് മുന്നോട്ട് വെച്ചതെങ്കിൽ അത് അംഗീകരിക്കില്ല എന്ന് ഏതാണ്ടൊക്കെ ശരിയായ രീതിയിൽ തന്നെ അജിത് ഡോവലിൻ്റെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിലുള്ള ഒരു ചർച്ച എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങളും, അതായത് നമുക്കറിയാവുന്നതാണ്, വലിയ തോതിൽ ബംഗ്ലാദേശ് ആസ്ഥാനമാക്കി ജെയ്ഷെ മുഹമ്മദിൻ്റെയും അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബ ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള സംവിധാനങ്ങൾ, ലഷ്കർ ഇ തോയ്ബയുടെ പ്രത്യേകിച്ചും സംവിധാനങ്ങൾ ഭാരതത്തിനെതിരെ ആക്രമണം നടത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് ഏത് രീതിയിലുള്ള കൂടിക്കാഴ്ചയാണ് നടന്നത്. കേവലം ഷെയ്ഖ് ഹസീനയും അതുപോലെ തന്നെ ഈ ഭാരതവും ബംഗ്ലാദേശുമായുള്ള വിഷയങ്ങളല്ല, മറിച്ച് ഭാരതത്തിനെതിരെ ഒരു ആക്രമണം നടത്താൻ ബംഗ്ലാദേശിനെ പ്ലാറ്റ്ഫോം ആക്കാനുള്ളൊരു നീക്കം നടത്തുന്നുവെന്ന് കൃത്യമായി ചില ഭീകര സംഘടനകളുടെ നേതാക്കൾ പറയുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സാഹചര്യം പരസ്യമായി പ്രഖ്യാപിക്കുകയും അത് വാർത്തകളിൽ നിറയുകയും ചെയ്തൊരു ദിവസങ്ങളുണ്ടായിരുന്നു. അത്തരത്തിൽ പ്രഖ്യാപിച്ച വിഷയം നിലനിൽക്കുമ്പോൾ തന്നെ, മാത്രമല്ല ഇനി 28-ന് സാക്കിർ നായിക് ബംഗ്ലാദേശിലെത്താനിരിക്കുന്നു. അതായത് നമുക്കറിയാവുന്നതാണ് സാക്കിർ നായിക്കിൻ്റെ പ്രകൃതം എന്താണെന്നുള്ളതും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മത ആശയം എന്താണെന്നും ആക്രമണ സ്വഭാവമുള്ള തീവ്ര സ്വഭാവമുള്ള ഒരു ആശയമാണെന്നുമൊക്കെ നമുക്കറിയാവുന്നതാണ്. അത്തരത്തിലുള്ളൊരു പ്രചരണമെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നടത്താനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി 28-ന് സാക്കിർ നായിക് അവിടെ എത്തുകയും ഡിസംബർ 20 വരെ അവിടെ തുടരുകയും ചെയ്യും. ഇതെല്ലാം തന്നെ ചേരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഈ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർമാരുടെ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. ഭാരതത്തിനെതിരായ ഏതെങ്കിലും ഒരു ആക്രമണത്തിന് ബംഗ്ലാദേശ് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുകയാണെങ്കിൽ അതിശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് അജിത് ഡോവലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പുറത്തു പറയുന്നത് ഷെയ്ഖ് ഹസീനയുടെ കാര്യമാണെങ്കിലും വിശാലമായ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്.